ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ കഴിയും. ഇതിൽ മാത്സിൻ്റെ മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻസറും എക്സ്പ്ലനേഷൻ സഹിതം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ വീഡിയോ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 1 ശരാശരി വരുമാനം കാണാനുള്ള ഒരു പ്രോബ്ലമാണ്. ദ ഇൻകം ഓഫ് ജെയിംസ് ഫോർ എ വീക്ക് ഈസ് ഗിവൺ. ജെയിംസിൻ്റെ ഒരു ആഴ്ചത്തെ ഇൻകമാണ്, വരുമാനമാണ്. സൺഡേ 1200, മൺഡേ 1000, ട്യൂസ്ഡേ 800, വെനസ്ഡേ 1300, തേഴ്സ്ഡേ 750, ഫ്രൈഡേ 1100, സാറ്റർഡേ 850 ടോട്ടൽ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഓരോ ദിവസവും ഞായർ 1200, തിങ്കൾ 1000, ചൊവ്വ 800, ബുധൻ 1300, വ്യാഴം 750, വെള്ളി 1100, ശനി 850. അപ്പോൾ ജെയിംസിൻ്റെ ഒരാഴ്ചത്തെ ആകെ വരുമാനം എത്ര? അപ്പോൾ ആകെ വരുമാനം കാണാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസത്തെയും വരുമാനം കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ 1200 പ്ലസ് 1000 പ്ലസ് 800 പ്ലസ് 1300 പ്ലസ് 750 പ്ലസ് 1100 പ്ലസ് 850 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7000 രൂപ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ നല്ലവണ്ണം പ്ലസ് ചെയ്ത് നോക്കുക. ഇതിൽ ഒരു തെറ്റും വരുത്തരുത്. ഇത് തെറ്റിയാൽ നമ്മുടെ ഈ ഒരു പ്രോബ്ലം മൊത്തം തെറ്റും. അപ്പോൾ നിങ്ങൾ അഡീഷൻ ചെയ്യുമ്പോൾ, കൂട്ടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, റിമൈൻഡറൊക്കെ ആഡ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഈ ഒരു പ്രോബ്ലത്തിൽ ഈ ഒരു സമ്മ് തെറ്റിപ്പോയാൽ ഈ പ്രോബ്ലം മുഴുവൻ തെറ്റി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7000 രൂപ കിട്ടി. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി 7000 രൂപ. ഇനി ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്ര? അടുത്ത ചോദ്യമാണ് ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്ര എന്ന്. അപ്പോൾ ഒരു ദിവസത്തെ ശരാശരി വരുമാനം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ ബൈ നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ? ടോട്ടൽ ബൈ നമ്പർ ഓഫ് ഡേ, ടോട്ടലിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 7000 ആണ്. നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ എത്രയാണ്? 7 ആണ്. അപ്പോൾ 7000നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1000 ആണ് അല്ലേ? ഓക്കെ, 7 7 1000. അപ്പോൾ അയാളുടെ ആകെ വരുമാനം എത്രയാണ്? 1000 ആണ്. അതായത് അയാളുടെ ആകെ വരുമാനം എത്രയാണ്? 7000ന്, അതായത് ആകെ തുകയെ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ്, ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു. 7000നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 1000 കിട്ടി. അപ്പോൾ അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്രയാണ്? 1000 ആണ്. ഓക്കെ, ശരാശരി എങ്ങനെയാണ് കാണുക? ആദ്യം നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് ആകെ കാണുക. ആകെ കണ്ടിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പം നമുക്ക് ശരാശരി കിട്ടി. ഇനി അടുത്തത് നോക്കാം. 3 ദിവസത്തെ ശരാശരി വരുമാനം 1200 രൂപയാക്കാൻ ഏതൊക്കെ ദിവസങ്ങളിലെ വരുമാനം പരിഗണിക്കണം? അപ്പോൾ 3 ദിവസത്തെ വരുമാനം. വാട്ട് ആർ ദ 3 ഡേയ്സ് ഓൺ വിച്ച് ദ ആവറേജ് ഓഫ് ഇൻകം ₹1200? അപ്പോൾ 1200 നമുക്ക് ആവറേജ് കിട്ടണം. ശരാശരി നമുക്ക് എത്ര കിട്ടണം? 1200 കിട്ടണം. അപ്പോൾ നമ്മൾ ഏതൊക്കെ ദിവസത്തെയാണ് പരിഗണിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1200 കിട്ടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ദിവസത്താണ്? നമുക്ക് ഞായർ പരിഗണിക്കാം, അതേപോലെ ബുധൻ പരിഗണിക്കാം, അതേപോലെ വെള്ളി പരിഗണിക്കാം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് 1200 കിട്ടുക? 1200 കൂട്ടണം, 1300 കൂട്ടണം, അതേപോലെ 1100 കൂട്ടണം. അപ്പോൾ 0 0 2 3 5 5 3 6 3600. 3600നെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 1200 കിട്ടി. അപ്പോൾ ഈ 1200 കിട്ടണം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 1200 കിട്ടണം നമുക്ക് ശരാശരി. അപ്പോൾ നമ്മൾ എന്താണ്? 1200നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോഴാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് 3600 ടോട്ടൽ കിട്ടണം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്തത്. ഞായർ, അതേപോലെ ബുധൻ, വെള്ളി, ഇത് 3 കൂട്ടിയാൽ നമുക്ക് 3600 കിട്ടണം. അത് നമുക്ക് ആദ്യം 1200 മാത്രമേ തന്നിട്ടുള്ളൂ. 3600 ആണ് നമ്മൾ
അത് കണക്കാക്കണം. അതെങ്ങനെ കണക്കാക്കുക? 1200-നെ 3 കൊണ്ട് ഗുണിക്കുക. അതായത് 3 ദിവസത്തെ ശരാശരി വരുമാനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 1200-നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3600 കിട്ടും. 3600 കിട്ടും. അത് കിട്ടാൻ നമ്മൾ ഞായർ എടുത്തു, അതേപോലെ ബുധൻ എടുത്തു, അതേപോലെ വെള്ളി എടുത്തു. ഇത് മൂന്നും കൂട്ടിയാൽ നമുക്ക് 3600 കിട്ടും. ആ 3600-നെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചപ്പോൾ 1200 കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അക്വേറിയം. An aquarium is in the shape of a rectangular box. Its inner length is 80 cm, breadth 60 cm and height 50 cm. What is the capacity of the aquarium in cubic centimeter? What is the capacity of aquarium in liters? If the aquarium contains 144 liters of water, what will be the height of the water level in centimeter? ഒരു അക്വേറിയത്തിന് ചതുരപ്പെട്ടിയുടെ ആകൃതിയാണ്. ഇതിൻ്റെ അകത്തെ നീളം 80 സെൻറ്റിമീറ്റർ. ആദ്യത്തെ ചോദ്യം, അക്വേറിയത്തിൻ്റെ ഉള്ളളവ് എത്ര ഘന സെൻറ്റിമീറ്ററാണ്? അക്വേറിയത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അക്വേറിയത്തിൽ 144 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ എത്ര സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം ഉണ്ടാകും? അപ്പോൾ നമുക്കറിയാം, ഉള്ളളവ് കാണണമെങ്കിൽ നമ്മൾ എന്താണ് സൂത്രവാക്യം? LBH, അതായത് നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. L × B × H, അതായത് ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. ലെങ്ത്ത് 80 × 60 × 50. 80 × 60 × 50 നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 2,40,000 കിട്ടും. 2,40,000. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്? 2,40,000. 2,40,000 എന്താണ്? ഘന സെൻറ്റിമീറ്ററാണ്. അതായത് ക്യൂബിക് സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇനി അടുത്തത്, അക്വേറിയത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുക? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലിറ്ററാണ്. ഇവിടെ നമുക്ക് കിട്ടിയത് ഘന സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 2,40,000-നെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിറ്റർ കിട്ടും. അപ്പോൾ 0,0,0,0,0 നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 240 ആണ്. അപ്പോൾ 240 ലിറ്ററാണ്. എത്രയാണ്? 240 ലിറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2,40,000-നെ നമ്മൾ എന്ത് ചെയ്യണം? 2,40,000-നെ ലിറ്ററിലേക്കാക്കാൻ 1000 കൊണ്ട് ഹരിക്കുക. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 0,0,0,0,0 വെട്ടി. ഇനിയുള്ളത് എന്താണ്? 240. അപ്പോൾ എത്ര ലിറ്ററാണ്? 200 ലിറ്റർ. അപ്പോൾ ഘന സെൻറ്റിമീറ്റർ ലിറ്റർ ആകാൻ 1000 കൊണ്ട് ഹരിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. അക്വേറിയത്തിൽ 144 ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ അതിൽ എത്ര സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ടാകും? ഓക്കെ, 144 ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ എന്നാണ് ഇവിടെ ചോദ്യം. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലിറ്ററുമാണ്, അതേപോലെ ഇവിടെ എത്ര സെൻറ്റിമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഈ ഒരു യൂണിറ്റ് തന്നെ മാറ്റണം. ഇവിടെ 144 ലിറ്റേഴ്സ്, വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ ഇൻ സെൻറ്റിമീറ്റർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? ഈ 144-നെ നമ്മൾ എന്ത് ചെയ്യണം? ലിറ്ററിലേക്ക്, സെൻറ്റിമീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 144-ൻ്റെ കൂടെ നമ്മൾ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 0 അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഹൈറ്റാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്തിനെ കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്? ലെങ്ത്തിനെ കൊണ്ടും ബ്രെഡ്ത്തിനെ കൊണ്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത്. കപ്പാസിറ്റൻസി 144 ആണ്. അതിനെ നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് 80 × 60. ഇതെങ്ങനെ വന്നു? നമുക്ക് ഹൈറ്റാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ 80 × 60 ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് 0 നമ്മൾ കട്ട് ചെയ്തു. 8 എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 30 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ,
അതായത് ആദ്യം നമ്മൾ 144നെ 1000 കൊണ്ട് ഇൻറ്റു ചെയ്തു. അതെന്തുകൊണ്ടാണ് ഇതിലേക്ക് മാറ്റാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 1,40,000 കിട്ടി. അതിന് നമ്മൾ നീളത്തിനെ കൊണ്ടും വീതിനെ കൊണ്ടും ഹരിക്കുകയാണ്. അപ്പോൾ 0 0 0 0 കട്ട് ചെയ്തു. പിന്നെ ലാസ്റ്റ് നമുക്ക് കിട്ടുക എത്രയാണ്? 30 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഉയരം 30 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ആനന്ദിൻ്റെ സ്കൂളിൽ നടന്ന രചനാ ശില്പശാലയിൽ ജില്ലയിൽ 600 കുട്ടികൾ പങ്കെടുത്തു. കവിതാരചന 25%, കഥാരചന 35%, ചിത്രരചന 30%, ഉപന്യാസ രചന ഇവിടെ കൊടുത്തിട്ടില്ല. എത്ര ശതമാനം കുട്ടികളാണ് ഉപന്യാസ രചനയിൽ പങ്കെടുത്തത്? രണ്ടാമത്തെ ചോദ്യം കവിതാരചനയിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം എത്ര? മൂന്നാമത്തെ ചോദ്യം ശില്പശാലയിൽ പങ്കെടുത്തവരിൽ 180 കുട്ടികൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇത് പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ എത്ര ശതമാനമാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. 600 സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഡിസ്ട്രിക്ട് ലെവൽ ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് കണ്ടക്റ്റഡ് ബൈ വിദ്യാരംഗം കലാ സാഹിത്യവേദി ഇൻ ആനന്ദ് സ്കൂൾ. ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ. പോയം റൈറ്റിംഗ് 25%, സ്റ്റോറി റൈറ്റിംഗ് 35%, ഡ്രോയിങ് 30%, എസ്സേ റൈറ്റിംഗ് തന്നിട്ടില്ല. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ എസ്സേ റൈറ്റ്. എസ്സേ റൈറ്റ് പങ്കെടുത്ത കുട്ടിയുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ഹൗ മെനി സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പോയം റൈറ്റിംഗ്? എമംഗ് ദ പാർട്ടിസിപ്പൻസ് 180 ആർ ഇൻ 6th സ്റ്റാൻഡേർഡ്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കാണേണ്ടത്? എസ്സേ റൈറ്റിംഗ് ഉപന്യാസ രചനയ്ക്ക് എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. അതിനാദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് മൊത്തം എന്ന് പറയുന്നത് എത്രയാണ്? 100%. ഇത് എത്ര കുട്ടികൾ എന്ന് പറയുന്നത് 100%. ഇത് മൊത്തത്തിൽ എത്രയാണ്? 100 അപ്പോൾ നമ്മൾ ഇത് കൂട്ടുക. 25ഉം 35ഉം എത്രയാണ്? 25ഉം 35ഉം 60, 60ഉം 30ഉം 90. അപ്പോൾ 100ൽ നിന്ന് 90 മൈനസ് ചെയ്താൽ 10. അപ്പോൾ 10% കുട്ടികൾ 10% കുട്ടികളാണ് എസ്സേ റൈറ്റിങ്ങിന് പങ്കെടുത്തത്. അപ്പം വളരെ എളുപ്പമാണ്. പെർസെൻറ്റേജ് ഇങ്ങനെ കോളം വിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100 അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം ആഡ് ചെയ്യുക. ആഡ് ചെയ്ത നമുക്ക് കിട്ടിയ 90 നമ്മൾ 100ന്ന് 90 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 10% കിട്ടി. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹൗ മെനി സ്റ്റുഡൻസ് ആർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ പോയം റൈറ്റിംഗ്? അതായത് പോയം റൈറ്റിങ്ങിൽ എത്ര കുട്ടികൾ, കവിതാരചനയിൽ എത്ര കുട്ടികൾ പങ്കെടുത്തു എന്നാണ്. അപ്പം കവിതാരചന എന്ന് പറയുന്നത് 25%. ഇവിടെ ആകെ കുട്ടികൾ എത്രയാണ്? 600 കുട്ടികളാണ് പങ്കെടുത്തത്. അപ്പം 600 കുട്ടികളാണ് പങ്കെടുത്തത്. അപ്പോൾ നമ്മൾ 600 എഴുതി. അതിൽ ഈ പോയം റൈറ്റിങ്ങിന് 25% കുട്ടികളാണ് പങ്കെടുത്തത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെർസെൻറ്റേജ് കാണാൻ 25/100, 600 × 25/100. ഇവിടെ 0 കട്ട് ചെയ്തു, ഈ 0 കട്ട് ചെയ്തു, ഈ 0 കട്ട് ചെയ്തു, ഈ 0 കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 6 × 25. 6 × 25 നമ്മൾ ചെയ്താൽ എത്ര ഉണ്ടാവും? 150 കിട്ടും. 150 നമുക്ക് കിട്ടും. ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ആകെ കുട്ടികൾ എത്രയാണ്? 600 കുട്ടികളാണ് ഉള്ളത്. അതിൽ 25% കുട്ടികൾ. അപ്പോൾ ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ 25/100 എന്നാണ് എഴുതേണ്ടത്. 0 0 നമ്മൾ ഇവിടെ 2 0 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ 2 0 കട്ട് ചെയ്തു. പിന്നെ അവശേഷിക്കുന്നത് 6ഉം 25ഉമാണ്. 6 × 25 ചെയ്താൽ നമുക്ക് 150 കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ശില്പശാലയിൽ പങ്കെടുത്തിട്ട് 180 കുട്ടികൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇത് പങ്കെടുത്ത ആകെ കുട്ടികളുടെ എത്ര ശതമാനമാണ്? അപ്പോൾ 180 കുട്ടികൾ, അതായത് 600 കുട്ടികൾ ഉള്ളതിൽ 180 കുട്ടികൾ എന്താണ്? 6ാം ക്ലാസ്സിലെ കുട്ടികളാണ്. ഇനി അവരുടെ ശതമാനമാണ് കണ്ടത്, അവരുടെ പെർസെൻറ്റേജ് കാണുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? × 100 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 0 0 0 0 കട്ട് ചെയ്തു. പിന്നെ 180/6. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 6 ഓക്കെ 30 നമുക്ക് കിട്ടുക. 30 നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് ആകെ കുട്ടികൾ എത്രയാണ്? ടോട്ടൽ സ്റ്റുഡൻസ് 600 അതിൽ 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾ 180 അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. × 100 ചെയ്യണം. 0 0 0 0 കട്ട് ചെയ്തു. 18ൽ 6 3 ടൈംസ് ആണ്. ഇപ്പോൾ ഇവിടെ ബാലൻസ് ഉള്ള എന്താണ്? 30 അപ്പോൾ എത്രയാണ്? 30% കുട്ടികളാണ് എന്താണ് 6th സ്റ്റാൻഡേർഡിലുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ചോദ്യം നോക്കാം. ലെറ്റ് us find the factors. 36 is written as the product of prime numbers.
36നെ അഭാജ്യഘടകങ്ങളായി പിരിച്ചെഴുതിയത് നോക്കും. 36 ഗുണിക്കാൻ 2 ഇൻറ്റു 2 ഇൻറ്റു 2 3 ഇൻറ്റു 3. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 36. 36ൻ്റെ ഘടകങ്ങൾ കാണുക. പിന്നെന്താണ് പറഞ്ഞത്? റൈറ്റ് 144 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ. റൈറ്റ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് 144. 144 അഭാജ്യ ഘടകങ്ങളായി തിരിച്ചെഴുതി എല്ലാ ഘടകങ്ങളും എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എല്ലാ ഘടകങ്ങളും എത്രയാണ്? 36ന് എത്ര ഘടകങ്ങളുണ്ട്? 36ന് എത്ര ഘടകങ്ങളാണുള്ളത്? 36ന് 9 ഘടകങ്ങളാണുള്ളത്. 9 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അതേപോലെ 144ന് അഭാജ്യ ഘടകങ്ങളായി തിരിച്ചെഴുതാനാണ് പറഞ്ഞത്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11 ഘടകങ്ങൾ ഉണ്ടാകും. എത്ര ഘടകങ്ങൾ ഉണ്ടാവുക? 11 ഘടകങ്ങളാണ് ഉണ്ടാവുക. അത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇനി ഉയരം കണ്ടെത്താം. 6ാം ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഉയരം ചുവടെ ചേർത്തിരിക്കുന്നു. അനു 1.16, ബേബി 1.27, ഫാത്തിമ 1.06, സജി 1.40, ഷംന 1.04. അനു 1.16, ബേബി 1.27, ഫാത്തിമ 1.06, സജി 1.40, ഷംന 1.04. ഹു ഈസ് ദ ടോളസ്റ്റ് എമംഗ് ദ സ്റ്റുഡൻസ്? ഈ സ്റ്റുഡൻസിൽ ഏറ്റവും ഉയരം കൂടിയ കുട്ടി ഏതാണെന്ന്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോളസ്റ്റ് ആൻഡ് ഷോർട്ടസ്റ്റ്? ചെറിയ കുട്ടിയും വലിയ കുട്ടിയും, ഉയരം കൂടിയ കുട്ടിയും വലിയ കുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അറേഞ്ച് ദ ഹൈറ്റ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പോൾ നമുക്ക് അറിയാം, ഇവിടെ ഉയരം കൂടിയ കുട്ടി ഏതാണ്? ഉയരം കൂടിയ കുട്ടി 1.40 ഉള്ള സജിയാണ്. ഉയരം കൂടിയ കുട്ടി ഏതാണ്? 1.40 ഉള്ള സജിയാണ്. ഇനി ഉയര വ്യത്യാസം കാണാൻ പറഞ്ഞു. ടോളസ്റ്റും ഓൾഡസ്റ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ ഉയരമുള്ളത് സജിയാണ്, 1.40. ഏറ്റവും കുറഞ്ഞ ഉയരമുള്ളത് ആരാണ്? ഷംനയാണ്, 1.04. 1.04. അപ്പോൾ നമ്മൾ കുറയ്ക്കുക. ഇവിടെ 0 ആണ്. അപ്പോൾ നമ്മൾ 1 ബോറോ ചെയ്തു. അപ്പോൾ 10 4 പോയാൽ 6. ഇനി ഇവിടെ എന്താണ്? 4 ഉണ്ട്. അല്ല, ഇവിടെ 3 ആണ്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ അങ്ങോട്ട് കൊടുത്ത് 3ന്ന് 0 പോയാൽ നമുക്ക് 3 തന്നെ കിട്ടും. അപ്പം ഇവിടെ പോയിൻ്റ് ഇടുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഹൈറ്റ് ഡിഫറൻസ്? എത്രയാണ്? 0.36. ഹൈറ്റ് ഡിഫറൻസ് എത്രയാണ്? 0.36. ഇനി ഇതിനെ അസെൻഡിങ് ഓർഡർ, ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് നമുക്കൊന്ന് എഴുതി നോക്കാം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചെറുത് നിന്ന് വലുതിലേക്കാണ്. ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 1.04 ആണ് ഏറ്റവും ചെറുത്. തൊട്ട് വലുത് ഏതാണ്? 1.06, 1.06. അതിലും തൊട്ടിട്ട് ആരാണുള്ളത്? 1.16, 1.16. അതിലും തൊട്ടിട്ട് ആരാണുള്ളത്? 1.27, 1.27. ഇനി ആരാണുള്ളത്? 1.40. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഒന്നും കൂടി പറയാം. ആദ്യം ആരാണ് എഴുതേണ്ടത്? ആദ്യം നമ്മൾ എന്താണ് എഴുതേണ്ടത്? 1.04, സെക്കൻഡ് വൺ 1.06, തേർഡ് വൺ 1.16, ഫോർത്ത് വൺ 1.27, നെക്സ്റ്റ് 1.40. ഓക്കെ, അങ്ങനെ 5ാമത്തെ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത് നോക്കാം. അവിടുത്തെ നോക്കും. The table given below shows the triangles made by Arish using matchstick. Okay, number of triangles 1, number of matchstick 3. 3 മാറ്റ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒരു ട്രയാങ്കിളാണ് ഉണ്ടാക്കിയത്. ഇവിടെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 2, മാറ്റ്സ്റ്റിക്ക് 5 ആണ്. ഇവിടെ 3 ആണ്. ഇവിടെ 7 ആണ്. ഇനി 4 ആകുമ്പോൾ എത്ര ഉപയോഗിക്കണം? 5 ആണെച്ചാൽ ഇവിടെ നിങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടല്ലേ? എന്താണ് കണക്ഷന്? അതായത് ഇതിൻ്റെ ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ ഡബിളാണ്. അതിനോട് 1 കൂട്ടി, അതായത് 1 × 2 + 1 ആണ്. ഇത് 2 × 2 + 1 ആണ് 5, 3 × 3 + 1 ആണ് 7. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 4 × 2 + 1. 4 × 2 എന്ന് പറയുന്നത് 8, 8 + 1 9. അങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ വരുന്നത്. അതായത് 1 × 2 + 1 അതാണ് 3 വരുന്നത്. 2 × 2 + 1, 2 × 2 4, 4 + 1 അങ്ങനെയാണ് ഈ കണക്ഷൻ വരുന്നത്. ഇനി 5 ആണ് തന്നത്. അപ്പോൾ നമ്മൾ എന്തിനി എഴുതും? 5 ×
2 + 1. 5 × 2 എന്ന് പറഞ്ഞാൽ 10. 10 + 1 11. ഇനി ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? ട്രയാങ്കിൾ എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? ഇവിടെ നമുക്ക് എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? 5 ട്രയാങ്കിൾ. അത് നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം, പിന്നെ ഇങ്ങനെ വരയ്ക്കാം, പിന്നെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, 1 2 3 4 5. ഓക്കെ, ഇനി ത്രികോണത്തെ എണ്ണത്തെ 1 എന്നും കമ്പുകളുടെ എണ്ണത്തെ S എന്നും സൂചിപ്പിച്ച ഈ ബന്ധം എങ്ങനെ എഴുതാം? ഇത് നമുക്ക് എഴുതാം? ഇവിടെ നോക്കൂ, ഇത് T എന്നാണ് നമ്മളോട് അസ്യൂം ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 2 × T 2 × T + 1 ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ? 2 × T + 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇവിടെ ട്രയാങ്കിൾ എത്രയാണ് വന്നത്? ഇവിടെ ട്രയാങ്കിൾ 1 ആണ്. ഇവിടെ തീപ്പെട്ടിക്കമ്പുകളുടെ എണ്ണം 3 ആണ്. ഇവിടെ തമ്മിലുള്ള ബന്ധം എന്താണ്? 1 × 2 + 1 ആണ്. ഇവിടെ 2 × 2 + 1. ഇനി നമുക്ക് ആക്ടിവിറ്റി 7 നോക്കാം. ലെറ്റ് us find the angles. Look at the picture and the questions. ഇവിടെ പിക്ചർ കണ്ടല്ലോ. റൈറ്റ് ആൻ ആംഗിൾ ഹാവിങ് ദ സെയിം മെഷർ ഓഫ് ആംഗിൾ ABD. ഓക്കെ, കോൺ ABDക്ക് തുല്യ അളവുള്ള മറ്റൊരു കോൺ എഴുതുക. കോൺ ABDയുടെ രേഖീയ ജോഡിയായി വരുന്ന ഒരു കോൺ എഴുതുക. കോൺ DBC, കോൺ CBF, കോൺ ABE എന്നീ കോണുകളുടെ അളവ് കാണുക. റൈറ്റ് ആൻ ആംഗിൾ വിച്ച് ഇസ് ലീനിയർ പെയർ വിത്ത് ആംഗിൾ ABD. ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ DBC, CBF ആൻഡ് ABE. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആംഗിൾ ABD ഏതാണ്? ABD. ഓക്കെ, ABD എത്രയാണ്? 55 ഡിഗ്രി അല്ലേ? ഇനി ഹാവിങ് ദ സെയിം മെഷർ ഓഫ് ABDൻ്റെ അതേ മെഷറുള്ളത് ഏതാണെന്ന്. അപ്പോൾ ABD 50 ആണെച്ചാൽ ഇവിടെ ഇത് 50 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇത് 50 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഏതൊക്കെ എഴുതാം? ആംഗിൾ ABE എന്ന് എഴുതാം. ആംഗിൾ ABE എന്ന് എഴുതാം. ആംഗിൾ ABE എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഏതെഴുതാം? ആംഗിൾ CBF എന്ന് എഴുതാം. ആംഗിൾ CBF എന്ന് എഴുതാം. ഇനി റൈറ്റ് സൈഡ് ലീനിയർ പെയർ ABDയുടെ ലീനിയർ പെയർ ഇതാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ആംഗിൾ ABF എന്ന് എഴുതാം, അല്ലെങ്കിൽ BDC എന്ന് എഴുതാം. ഓക്കെ, DBC എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതും ഒരു ലീനിയർ പെയറാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഈ ഒരു ഭാഗമോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗമോ എഴുതാം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായി. ഇനി ഫൈൻഡ് ദ മെഷർ ഓഫ്. ഇനി എല്ലാത്തിൻ്റെ മെഷർ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ആംഗിളിൻ്റെ ഒക്കെ മെഷർമെൻറ്റ്, ഈ കോണുകളുടെ എല്ലാം അളവ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, ഇത് ലീനിയർ പെയറാണ്, രേഖീയ ജോഡിയാണ്. രേഖീയ ജോഡിയിലുള്ള 2 കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഇവിടെ എടുക്കാം, 55 എടുക്കാം. ഓക്കെ, 55 എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 55ൻ്റെ രേഖീയ ജോഡി അഥവാ ലീനിയർ പെയർ ഇതാണ്. അപ്പോൾ നമുക്ക് 180 നിന്ന് 55 നമ്മൾ കുറച്ചു, മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 125 കിട്ടി. അതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് 1 കിട്ടി. ഇനി നമുക്ക് ഇത് 55 വാങ്ങിച്ചാൽ ഇതും 55 ആയിരിക്കും, അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ്. പിന്നെ നമുക്കിവിടെ വേണ്ടത് 70ഉം 55ഉം ഉണ്ട്. ഈ ഒരു പെയറാണ്, 70ഉം 55ഉം ഉണ്ട്. അപ്പോൾ ഇത് ആണ് ഇനി കാണേണ്ടത്. അതായത് ഇത് രണ്ടും കൂട്ടിയിട്ട് 180 നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് 55 ഡിഗ്രി കിട്ടി. അതായത് അതായത് 55 + 70, അപ്പോൾ നമുക്ക് 125 കിട്ടി. അതിനെ നമ്മൾ 180 നിന്ന് മൈനസ് ചെയ്തു, 125 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 55 ഡിഗ്രി കിട്ടി. അതാണ് ഇവിടെ. അപ്പോൾ എല്ലാ ആംഗിൾസും നമുക്ക് കിട്ടി. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഇത് 180 നിന്ന് 55 മൈനസ് ചെയ്തു, അപ്പോൾ നമുക്ക് കിട്ടി. ഇത് ഓപ്പോസിറ്റാണ്, അതുകൊണ്ട് 55 എന്ന് അങ്ങനെ തന്നെ എഴുതാം. ഇതെങ്ങനെ കിട്ടി? 180 - 70 + 55, 70ഉം 55ഉം കൂട്ടി, എന്നിട്ട് 180 നിന്ന് നമ്മൾ മൈനസ് ചെയ്തു. അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് ഫേവറേറ്റ് ഗെയിംസ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ഇഷാസ് സ്കൂൾ ആർ ഗിവൺ ബിലോ. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. അപ്പോൾ
അപ്പോൾ ഇവിടെ ഒരു ബാർ ഡയഗ്രാമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, ഹോക്കി ഉണ്ട്, ബാഡ്മിൻ്റൺ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്. ഇത് ആൺകുട്ടികളാണ്, ഇത് പെൺകുട്ടികളാണ്. ആദ്യത്തെ ചോദ്യം, ഏത് ഗെയിമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത്? ഏത് ഗെയിമാണ്? അപ്പോൾ ഈ ബാറ് ഒരേ ലെവലിലുള്ളത് ഏതിനാണ് ഒരേ ലെവലിൽ നമ്മൾ ഈ ബാറ് കാണുന്നത്? ഹോക്കിക്കാണല്ലേ. അപ്പോൾ ഇത് ഒരേ സെയിം ലെവലിലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എഴുതാം ഹോക്കി. ഓക്കെ, ഹോക്കിക്കാണ് ബോയ്സിനും ഗേൾസിനും ഒരേപോലെ ഇൻട്രസ്റ്റ് ഉള്ളത് ഹോക്കിയാണ്. ഇനി അടുത്ത് നോക്കാം, ബാഡ്മിൻ്റൺ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം എത്ര? അപ്പോൾ ബാഡ്മിൻ്റൻ്റെ നമ്മൾ നോക്കുക, ബാഡ്മിൻ്റൺ എവിടെയാണ്? ബാഡ്മിൻ്റൺ ഇവിടെയാണ്. ഇവിടെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്, അത് ശ്രദ്ധിക്കാം. അപ്പോൾ എത്രയാണ് ഇവിടെ നേരെ വരുമ്പോൾ എത്രയാണ്? 55 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 55 50 എന്ന് എഴുതാം. ഇവിടെ നേരെ വരുമ്പോൾ 50 ആണ്, അപ്പോൾ 50 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 50. ഇനി ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൺകുട്ടികളുടെ എണ്ണം. അപ്പോൾ ആൺകുട്ടികൾ എന്ന് പറയുന്ന ഇതാണ്, മാറിപ്പോയരുത്. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വരുന്നത് ഏതാണ്? 70 ആണ്, 70 ആണ്, 70. ഇനി അടുത്ത, ഹോക്കി ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണത്തെ എത്ര കൂടുതലാണ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ ഹോക്കി ഇഷ്ടപ്പെടുന്നത് എത്ര ആൾക്കാരാണ്? ഹോക്കി ഇഷ്ടപ്പെടുന്നത് എത്ര ആൾക്കാരാണ് നോക്കാം. ഇവിടെ 30 ഉണ്ട്, അതേപോലെ 30 ഉണ്ട്, അതേപോലെ 25 ഉണ്ട്. 30ഉം 25 അല്ലേ, 30ഉം 25. ഇത് 25ഉം 25. അപ്പോൾ നമുക്ക് ക്രിക്കറ്റ് മൊത്തത്തിൽ ഇഷ്ടപ്പെടുന്ന പേര് 55, 55. അതേപോലെ ഹോക്കി മൊത്തത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും കൂട്ടിയാൽ 50. അപ്പോൾ 55 - 50 ദാറ്റ് ഈസ് 5. 5 ആൾക്കാരാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് 5 പേരാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതാരും മിസ് ചെയ്യരുത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബോക്സ് മറന്നു പോകരുത്. ബോക്സിൻ്റെ അതേ ഇൻഡിക്കേഷൻ തന്നെ നോക്കിയിട്ട് നിങ്ങളിത് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അതേപോലെ സ്കെയിൽ വെച്ച് നോക്കിയാൽ ഒരിക്കലും തെറ്റില്ല. ഇതിങ്ങനെ സ്കെയിൽ വെച്ച് നോക്കുക. ഈ ഒരു ബാർ ഡയഗ്രത്തിന് കറക്റ്റായിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ച് നോക്കുക. അപ്പോൾ നമ്മൾ 8 ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് 6 ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത്. ഓക്കെ, 6 ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. 2 എണ്ണം നിങ്ങൾക്ക് അധിക പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന 2 പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട പ്രോബ്ലംസാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ആംഗിൾസിൻ്റെ കോണുകൾ വരുന്നതും ആരും മിസ്സാക്കരുത്. കാരണം ഇതിൽ 2 കൺസെപ്റ്റാണ് ഉള്ളത്. ഒന്ന് രേഖീയ ജോഡി, ലീനിയർ പെയർ, പിന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർ കോണുകൾ. ഈ 2 കൺസെപ്റ്റ് വെച്ചിട്ട് ചോദ്യം വരുള്ളൂ. അപ്പോൾ ഇതിന് തുല്യമായിട്ടുള്ള ഒരു രേഖീയ ജോഡി എഴുതാനായിരിക്കും വരിക അധികവും. പിന്നെ ഈ മൊത്തത്തിലുള്ള കോൺ എഴുതാൻ വളരെ സിമ്പിളാണ്, അപ്പോൾ അതും മിസ് ചെയ്യരുത്. പിന്നെ ഇതും വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, ഇത് എന്താ കണക്ഷൻ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ അതും നമുക്ക് കുറച്ച് ലോജിക്ക് ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ഡെസിമൽ ഇത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇത് പോയിൻ്റ് ദശാംശം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. വെറുതെ നമ്മൾ അഡീഷൻ ആണ്, അതിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട. ആ പോയിൻ്റ് എഴുതുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് എന്തായാലും എഴുതാനുണ്ടാവും, അതും നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. പിന്നെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ തന്നെ പെർസെൻറ്റേജും വളരെ എളുപ്പമാണ്, അതും മിസ് ചെയ്യരുത്. അപ്പം മൊത്തത്തിലെല്ലാം എളുപ്പം തന്നെയാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ഏരിയ ഉള്ളത് നിങ്ങൾ 2 എണ്ണം നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. ഏറ്റവും അറിയാവുന്ന 6 എണ്ണം നിങ്ങൾ എഴുതുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു.